ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴം ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നത് കൂഴച്ചക്കപ്പഴം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ പഴഞ്ചക്ക. അപ്പോൾ ഈ പഴഞ്ചക്കയാണെങ്കിലും വെട്ടിയെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ആ കൂനി ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചുളയൊക്കെ ഇങ്ങനെ ഉരിഞ്ഞെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുരു മാറ്റാനായിട്ട് ഇതുപോലത്തെ ഒരു ഓട്ടപ്പാത്രമോ ഒക്കെ അങ്ങനത്തെ ഒരു ഇതുപോലെ എന്താ പറയുക, ഇതുപോലത്തെ ഒരു എന്തെങ്കിലും ഒരു ബേസൻ പോലത്തെ പാത്രം എടുത്തിട്ട് ഇങ്ങനെയൊന്ന് ആക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുരു പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ആ പൾപ്പ് മാത്രം അപ്പോൾ താഴോട്ട് വരികയും ചെയ്യും. എന്നിട്ട് ആ പൾപ്പ് കൊണ്ട് നമുക്ക് ഹൽവയോ അല്ലെങ്കിൽ ചക്കപ്പഴം വിളയിച്ചൊക്കെ വയ്ക്കില്ലേ, അങ്ങനെയൊക്കെ വിളയിച്ചൊക്കെ വയ്ക്കാം. അതിൽ ചക്കയുടെ ഉണ്ടാക്കാം, ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഈ ചക്കപ്പഴമായിട്ട് കഴിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല. ഇവിടെ ആർക്കും തന്നെ അധികം ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനത്തെ ചക്കപ്പഴം കഴിക്കാൻ. ഇവിടെ എല്ലാവർക്കും വരിക്ക ചക്കപ്പഴമാണ് ഇഷ്ടം. അപ്പോൾ ഇതിങ്ങനെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയാണ് കേട്ടോ നമ്മളിങ്ങനെയുള്ള പല പല ഡിഷുകൾ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എല്ലാവരും കഴിച്ചോളും. ഇതിപ്പോൾ 1 കപ്പ് ചക്കപ്പഴത്തിൻ്റെ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ചക്കപ്പഴം വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഈ ചക്കപ്പഴം ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത് വറുത്ത അരിപ്പൊടിയാണ് നമ്മുടെ അപ്പം ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ലേ, ആ അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ പാലിൽ നിന്നും കുറച്ചെടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പാല് തിളപ്പിക്കാനായിട്ട് നമുക്ക് സ്റ്റൗവിലിട്ട് വയ്ക്കാം. അപ്പോൾ അതായത് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ചക്കപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്തുക. ഇത് നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള പാൽ എടുക്കണതാണ് നല്ലത്. അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചൊന്ന് കുറുക്കി എടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഒരു 500 ml ആണെങ്കിൽ ഒരു 400 ml ആയിട്ടൊന്ന് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അരിപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് പാല് തിളച്ച് ശരിക്കൊന്ന് വറ്റിച്ചതിന് ശേഷം വേണം കേട്ടോ ഈ അരിപ്പൊടിയുടെ മിക്സ് ചേർക്കാനായിട്ട്. എന്നാലാണ് ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിട്ട് വന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ അരിപ്പൊടി ഇട്ടതിൻ്റെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് കുറുക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്ര ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഈ അരച്ച് വെച്ച ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചക്കപ്പഴം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. കാരണം ഈ ചക്കപ്പഴത്തിന് അത്ര വലിയൊരു കളറില്ല. അപ്പോൾ അത് കാരണമുണ്ട് ഒരു നുള്ളു ചേർത്താൽ മതിയിട്ട്. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയുടെ കുത്തായിരിക്കും. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലായിട്ട് മാറ്റാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോക്സിലോട്ട് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഇനി ഇത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും ഈ മിക്സിയിലിട്ട് ഒന്നുകൂടി ഒന്ന് അടിപ്പിച്ചിട്ട് പിന്നെയും ഇതുപോലെ തന്നെ ബോക്സിലാക്കി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഫ്രീസറിലിട്ട് എടുത്ത് വയ്ക്കണം. എന്നിട്ടൊരു 6 മണിക്കൂർ കഴിയുമ്പോൾ വേണം നമുക്കിതെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, അതായത് ഞാൻ ഓവർനൈറ്റ് ആട്ടോ വെച്ചത്, അതിന് ശേഷം എടുത്തതാണ്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് നല്ലപോലെ കട്ടയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. കൂഴച്ചക്കപ്പഴം ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഈ ഐസ്ക്രീം ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. അതുപോലെ ഐസ്ക്രീം കഴിച്ച് കഴിയുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ചൂടുവെള്ളം കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.